ഇതിപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. ചിക്കനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, വിനാഗിരി ഇത്രയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് തന്നെ ഒരു മുട്ടയും 2 സ്പൂൺ കോൺഫ്ലവറും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും അരക്കപ്പ് വെള്ളത്തിൽ 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും കൂടെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങളും കൂടെ ഓർത്ത് വെക്കണേ കേട്ടോ. എന്നിട്ട് കുറച്ച് എണ്ണയ്ക്കകത്തോട്ട് ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. ഒരുമാതിരി കളറൊന്നും മാറി വരണ്ട, ചിക്കനൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ വാരിപ്പിറക്കി വേറൊരു പാത്രത്തിനകത്താക്കിയിട്ട് നമുക്ക് ഈ എണ്ണ തന്നെ വേറൊരു പാനിലോട്ട് ഒഴിച്ച് ഒരു 10-20 കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും അതിനകത്തോട്ട് തന്നെ ഇഞ്ചി പേസ്റ്റും അതിനകത്തോട്ട് തന്നെ പച്ചമുളകും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞ് ഒരു മീഡിയം സവാളയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാപ്സിക്കം ഇല്ലേ, പല കളറുണ്ടെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ ഒരു കളറേ ഉള്ളായിരുന്നു. ക്യാപ്സിക്കം ഇട്ട് 2-3 സ്പൂൺ സോയാ സോസും അതേ കണക്ക് തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് എന്തോ ചെയ്യണമെന്നറിയാമോ, നമ്മുടെ നേരത്തെ നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ ഇല്ലേ, അതങ്ങോട്ട് ഒഴിക്കുക. കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെക്കണം, കാരണം ഇവൻ പെട്ടെന്ന് കയറിയങ്ങ് കുറുകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇവൻ കുറുകി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്കും കുറച്ചേറെ കുരുമുളക് പൊടി ഇല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്താണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ ഫ്രൈ അല്ല ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി. ബേബി സീ യു.